ഹായ്, എല്ലാവർക്കും നമസ്കാരം. മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനങ്ങളുടെ ഭീഷണിയെ തുടർന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആളുകളുടെ വാർത്തകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഇതിന് മുമ്പും അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉള്ളൊരു സംഭവമാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാടിലൊരു വീട്ടമ്മ എന്തോ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കുകയും അതിനെ തുടർന്നുള്ള അടവുകളിലെ അവസാനത്തെ അടവ് മുടങ്ങുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇവരുടെ വീടിന് മുൻവശത്ത് വന്ന് മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനത്തിന്റെ ആളുകൾ ബഹളം ഉണ്ടാക്കുകയും ഇവരെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്ത് ഈ സ്ത്രീ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ അസുഖബാധിതനായിട്ടുള്ള അവരുടെ ഭർത്താവും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മകൾക്ക് ഈ അപമാനം സഹിക്കാൻ കഴിയാതെ അവർ വളരെയധികം സങ്കടപ്പെടുകയും കരയുകയും ചെയ്തു. അമ്മ കയറി വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു, നാട്ടുകാരെ മുൻപിൽ അപമാനിതയായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അമ്മ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഏജന്റിനെ വിളിക്കുകയാണ്. ഏജന്റിനെ വിളിച്ചപ്പോൾ ഏജന്റിന്റെ അനിയനായിട്ടുള്ള ഒരു പോലീസുകാരനാണ് ഈ ഫോൺ അറ്റൻഡ് ചെയ്തത്. അദ്ദേഹം ഇവരോട് വളരെ അപമര്യാദയായ രീതിയിലാണ് സംസാരിക്കുന്നത്. അതിന്റെ കോൾ റെക്കോർഡൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരും, ഇന്നല്ല നാളെയും വരും എന്നാണ് പറയുന്നത്. അവർ പറയുന്നു, പ്രായപൂർത്തിയായ ഒരു മകള് വീട്ടിലുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ വന്ന് അപമാനിച്ചത് ശരിയായില്ല, 720 രൂപ തന്നെയല്ലേ ഉള്ളൂ, ഒരടവല്ലേ മുടങ്ങിയിട്ടുള്ളൂ, ഇതുവരെ ഞാൻ മുടക്കമൊന്നും വരുത്തിയിട്ടില്ലല്ലോ, ഭർത്താവിന് സുഖമില്ലാതായത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ അടയ്ക്കേണ്ടതാണ്, മകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കാൻ കഴിയില്ല, വരും, തീർച്ചയായും വരും പറയും. അപ്പൊ നാളെയും വരും എന്ന് പറയുമ്പോൾ ഇവർ പറയണേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യും, അത് കാണ്ടി വരും എന്ന് പറയുമ്പോൾ എന്നാ ചെയ്ത് കാണിക്കുന്നതാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. ഒരു തരത്തിൽ ഈ പോലീസുകാരെതിരെ ഇടപെടേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഈ ഏജന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൽ റോളുള്ളൂ അല്ലേ? അവരാണ് ഏജന്റ്, അവരാണ് ഇതിൽ സംസാരിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും ഒക്കെ, ഇവരുടെ പരാതി കേൾക്കേണ്ടതും ഒക്കെ അവരാണ്. ഈ സ്ത്രീ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെയല്ല ഞാൻ വിളിച്ചത്, ഞാൻ മറ്റേ സ്ത്രീയാണ് വിളിച്ചത്, അവരോടാണ് എനിക്ക് സംസാരിക്കേണ്ടത്, അവരാണ് പറയേണ്ടത്, ഞാൻ അവരെയാണ് വിളിച്ചത്, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്, നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അയാൾ മുഖവിലേക്ക് എടുക്കാതെ ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വരും, അടയ്ക്കണം എന്നുള്ള തരത്തിൽ. നിങ്ങളുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നല്ലോ, മകള് മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത് ഇവർ വരുമ്പോൾ, അപ്പൊ നിങ്ങളുടെ ഭർത്താവിന്റെ വായിൽ എന്തായിരുന്നു എന്നൊക്കെ വളരെ അപമാനകരമായിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, അവരെ അപമാനിക്കുന്ന തരത്തില്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിസ്സാരമായിട്ടുള്ള ഒരു 720 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയധികം വർത്താനം ഉണ്ടായിരിക്കുന്നത്. അയാൾക്ക് മാനമര്യാദയ്ക്ക് ആ ഫോണ് ഏജന്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവരെന്താ വെച്ചാൽ സംസാരിച്ചോട്ടെ സ്ത്രീകൾ തമ്മിൽ എന്ന് വിചാരിക്കാമായിരുന്നു. അതിന് പകരം ഇയാളും കൂടി അതിൽ പങ്കാളിയാവുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇതിലൊരു പങ്കുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പോലീസുകാരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങൾ തഴച്ചു വളരുന്നത്. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ നാട്ടുപ്രദേശങ്ങളിൽ ഭയങ്കരമായിട്ട് ഈ മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങളുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഗ്രാമങ്ങളിലാണ് ഇത് അധികമായിട്ടും കാണുന്നത്. ഗ്രാമങ്ങളിൽ ഈ തൊഴിലുറപ്പ് പോലെയുള്ള തൊഴിലിന് പോകുന്ന സ്ത്രീകൾ, സാധാരണ കൂലിവേല ചെയ്യുന്ന, വീട്ടുജോലിക്കൊക്കെ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന വീട്ടമ്മമാർക്കിടയിലാണ് ഇവര് വ്യാപിച്ചു കിടക്കുന്നത്. ഒന്നും രണ്ടും ഒന്നല്ല, 100 കണക്കിന് മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ഉണ്ട്. നമ്മൾ അന്വേഷിച്ചാൽ അറിയാം, ഒരു വീട്ടിൽ തന്നെ 10ഉം 12ഉം മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടി അടച്ചു പോവുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം പല ആവശ്യങ്ങൾ വരികയാണ്. ഹോസ്പിറ്റൽ കേസുകൾ, മക്കളുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു നിവൃത്തിയില്ലാതെയാണ്, കൊള്ള പലിശയാണെങ്കിലും ഇവരിതിന് തലവെച്ച് കൊടുക്കുന്നത്. ഇവരെ അതിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതും കൂടിയിട്ട് ഈ മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങളുടെ ഒരു തന്ത്രമാണ്. കാരണം ആവശ്യത്തിനനുസരിച്ച് വീട്ടുമുറ്റത്ത് തന്നെ പൈസ കിട്ടും എന്നുള്ള ഒരു, എവിടെയും തേടി പോണ്ട, കടലാസ് കാര്യങ്ങളൊന്നുമില്ല, എഴുത്തുകുത്തൊന്നുമില്ല, എവിടെയും ബാങ്കുകളിലൊന്നും കയറി ഇറങ്ങണ്ട, മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ കയ്യിൽ പൈസ എത്തുകയാണ് എന്നുള്ള വലിയൊരു സാധ്യത ഇവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവിടെയാണ് ഈ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാര് വീഴുന്നത്. ഇതിൽ വേറൊരു വസ്തുത എന്താണെന്നറിയോ? പുരുഷന്മാർക്ക് ഇവരധികം ലോൺ കൊടുക്കില്ല, സ്ത്രീകൾക്കാണ് കൊടുക്കുക. അതിന് കാരണം എന്താ അറിയോ? സ്ത്രീകളെ അടവ് മുടക്കില്ല. എങ്ങനെയായാലും ഒരു പട്ടിണി കിടന്നിട്ടാലും ഈ തിരിച്ചടവേ നടത്തുന്നുള്ളത് ഇവർക്കറിയാം. പിന്നെ അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കൊക്കെ ഈ വലിയ രീതിയിലുള്ള അപമാനം നേരിടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് 4 ആളുടെ മുന്നിൽ അപമാനിക്കും, ചീത്ത വിളിക്കും എന്നുള്ളത് കൊണ്ട് ഇവര് വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് അപ്പുറത്തുപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അറിയും എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും വഴി ചെയ്തിട്ട് ഇവർ ഈ അടവ്
അടയ്ക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീകളെ മാത്രം തെരഞ്ഞു പിടിച്ച് വ്യാപകമായിട്ട് ലോൺ കൊടുക്കുന്നത്. അതുപോലെ ഒരാൾക്ക് മാത്രമായിട്ട് ലോൺ കൊടുക്കാതെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾക്കാണ് ഈ ലോൺ കൊടുക്കുന്നത്. 6, 7, 10 പേര് ചേർന്ന് ഒരു സംഘത്തിനാണ് ഈ ലോൺ കൊടുക്കുന്നത്. ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് ലോൺ കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഒരാളെ അടച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ചീത്ത വിളി കേൾക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും? ഈ അടയ്ക്കാത്ത സ്ത്രീക്ക് കൂടുതൽ പ്രഷർ കൊടുക്കും. അപ്പൊ അവർക്ക് അടയ്ക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പോഴും ഇവർ വിചാരിച്ച കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു കിട്ടുകയാണ്. കാരണം അടവ് മുടങ്ങാതെ, പലിശ മുടങ്ങാതെ ആ കറക്റ്റ് സമയത്ത് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പല തന്ത്രങ്ങളിലൂടെയാണ് ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രഷർ താങ്ങാൻ കഴിയാതെ ചില ആളുകൾ ആത്മഹത്യയിലേക്ക് എത്തുന്നുണ്ട്. പലരും അത് അറിയാതെ പോകുന്നു. ചില വാർത്തകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അതല്ലാതെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നുമുണ്ട്. ഇതുപോലെ ഈ ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത ശേഷം തിരിച്ചടവ് മുടങ്ങിയിട്ട് ഭാര്യയും ഭർത്താവും കൂടി അടിവെച്ച് പിരിഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മക്കള് ചീത്ത വിളിക്കുന്ന പാരന്റ്സ് ഉണ്ട്. കാരണം എന്തിനാണ് ഇതിന് കൊണ്ട് തലവെച്ച് കൊടുക്കുന്നത്? അവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് എടുത്തതായിരിക്കാം. എന്നാലും കാര്യം കഴിയുമ്പോൾ തള്ളി പറയുന്ന മക്കൾ വരെ ഉണ്ട്. ഇവര് കാരണം എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ഓരോ ഫാമിലിയിലെ. ഇതൊന്നും പുറത്താരും അറിയുന്നില്ല. ചില ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങൾ മാത്രമേ പുറത്തറിയുന്നുള്ളൂ. ഇതും വലിയ വലിയ ഇഷ്യൂസ് ഓരോ ഫാമിലിയിലും ഈ മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇവരെ ഭയങ്കര ആഴത്തിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വേര് പിടിച്ചു കഴിഞ്ഞു. ഇവരില്ലാതെ ഇനി ഒരു ജീവിതം മുന്നോട്ടില്ല എന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളൊക്കെ. കാരണം എന്താവശ്യത്തിനും എമർജൻസി ആയിട്ട് പൈസ വേണ്ടി വന്നാൽ ഇവരെ ആശ്രയിക്കാം എന്നുള്ള ഒരു തോന്നൽ. കൊള്ള പലിശ കൊടുത്താലും കുഴപ്പമില്ല, നമുക്കത് എമർജൻസി ആയിട്ട് കാര്യം നടക്കുമല്ലോ എന്നുള്ള ചിന്തയിൽ ആളുകൾ ചെന്നുപെടുകയാണ്. ഇത് നിരോധിച്ചിട്ടില്ലെങ്കിൽ വൻ വിപത്തായി മാറും നമുക്ക്. അത് പലരും അറിയാതെ പോകുന്നുണ്ട്. നിസാര കാര്യമാണ്, പൈസ കടം വാങ്ങിയിട്ടല്ലേ തിരിച്ചു കൊടുക്കണ്ടേ, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന്റെ അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ അടവ് മുടങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? നമുക്ക് 4-5 ദിവസം കൊണ്ട് ആ പൈസ കിട്ടുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് കൊണ്ട് അടയ്ക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഒരടവ് മുടങ്ങിയാലേ അവര് സംഘങ്ങളായിട്ട്, അതായത് ഗുണ്ടകളെയും കൂട്ടിയിട്ടാണ് വീട്ടുമുറ്റത്ത് വന്നത് ഇതുപോലെ അപമാനിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടിയുള്ള വീട്ടിലെ അയൽക്കാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇവർ വായി തോന്നിയ വർത്താനം പറയുമ്പോൾ അതൊരു അപമാനം തന്നെയാണ് ആ കുട്ടിക്ക്. അപ്പോൾ അതാണ് ആ അമ്മ പറയുന്നത്. ആ മകളുടെ സങ്കടമാണ് അമ്മ പറയുന്നത്. എന്തിന് നിങ്ങളിത് ചെയ്തു? എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാനല്ലേ ലോൺ എടുത്തത്? എന്നെ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാമായിരുന്നില്ലേ? അതിന് പകരം മണിക്കൂർ കണക്കിന് ഞങ്ങളുടെ വീടിന്റെ മുൻവശത്ത് നിന്നിട്ട് നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനുള്ള വഴി പോലും ഇല്ലാതെ, വഴി പോലും തടസ്സപ്പെടുത്തിയിട്ട് അയൽക്കാരും നാട്ടുകാരും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളെ എങ്ങനെ അപമാനിച്ചെന്ന ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് ആ അമ്മ ചോദിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ശരിക്കും ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. സാരമില്ല, നിങ്ങൾ ആ പൈസ കൊണ്ട് അടച്ചാൽ മതി, അടയ്ക്കാത്ത കൊണ്ടാണ് അവർ വന്നത്, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല അവരുടെ ഭാഗത്തുനിന്ന്, ഞാൻ പറഞ്ഞോളാം എന്നൊരു വാക്ക് അയാൾ മറുപടി പറയുകയായിരുന്നെങ്കിൽ ആ അമ്മയുടെ വിഷമം പകുതി മാറിയതിന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യില്ലായിരുന്നു. കാരണം അവരെ ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് പിറ്റേ ദിവസം ഇനി ഇവര് വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കണ്ടെന്ന് കരുതി കൊണ്ട് അടച്ചേനെ. പക്ഷെ അതിന് പകരം ആ പോലീസുകാരൻ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലേക്ക് പറയണേ. ചില ആളുകൾ വാശി കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കാൻ ഇയാളെ കൊണ്ട് കഴിയുമോ? ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ ഇയാളെ കൊണ്ട് കഴിയുമോ? എന്തിനാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസിൽ എടുക്കുന്നതെന്ന് ആലോചിക്കുന്നത്. ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്ത ആളുകൾ എന്തിനാണ് പോലീസിന്റെ പേര് ചീത്തയാക്കാനോ? ഇങ്ങനെയുള്ള ഓരോ ആളുകൾ പോലീസിലുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസിന് എപ്പോഴും ചീത്തപ്പേരുണ്ടാവുന്നത്. ഇതുപോലെയുള്ളവരെയൊന്നും നിയമപാലകരായിട്ട് നിയമിക്കരുത്. ഇവരെന്ത് നിയമം കൈകാര്യം ചെയ്യാനാണ്? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് പാവങ്ങളെ വലയ്ക്കുന്നതാണോ ഇവർ ചെയ്യുന്ന നിയമപാലനം? ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ കാശ് വാങ്ങി കണ്ണടക്കില്ല എന്ന് ആര് കണ്ടു? ഇത്തരക്കാരെ എന്ത് ചെയ്യും? കാരണം കൊള്ള പലിശക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ജീവൻ പോയാലും വിരോധമില്ലാന്ന് ചിന്തിക്കുന്ന മനസ്സിലുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ പോലീസ് യൂണിഫോമിൽ ഉണ്ടെങ്കിൽ അവർ അതീവ അപകടകാരികളായി മാറും. നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള ക്രൈം നടത്തിയിട്ടുള്ള പോലീസുകാരെ പറ്റിയിട്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഇത്തരക്കാരെ വളർന്ന് പന്തലിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ വലിയ വലിയ ക്രൈമിലൊക്കെ പങ്കാളികളായി മാറും. അത് നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് നീക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്.